മറ്റൊരു കാര്യം പറയട്ടെ, ഒന്ന് സന്നിധാനം ശബരിമല ആ ഒരു വിശേഷത്തിലേക്ക് പോവുകയാണ്. ശരണപാതയിൽ ഷോക്കേറ്റി പിടഞ്ഞു വീണ മലയണ്ണാന് രക്ഷകരായി മാറിയ തീർത്ഥാടകരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. KCB കരാർ ജീവനക്കാരനായ പട്ടാമ്പി ചാലിശ്ശേരി സ്വദേശി ഉമേഷിൽ നിന്നാണ് സഹജീവി സ്നേഹത്തിന്റെ മാതൃക കാനനപാതയിൽ കാണാനായത്. കാനനവാസനായ അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന വഴിയിലാണ് ഒരു ജീവന്റെ നിലവിളി കേട്ടത്. മരക്കൂട്ടം കഴിഞ്ഞ് മുന്നോട്ടുള്ള പാതയിൽ ഒരു മലയണ്ണാൻ വൈദ്യുതാഘാതമേറ്റ പിടഞ്ഞു വീണ് കിടക്കുന്നു. ശരണപാതയിലുള്ളവർ കാഴ്ചക്കാരായപ്പോൾ അപ്രതീക്ഷിതമായ ഒരു രക്ഷാകവചം മലയണ്ണാനെ തേടിയെത്തി. KSEB കരാർ ജീവനക്കാരനായ മലപ്പുറം പട്ടാമ്പി സ്വദേശി ഉബേഷ് തൻ്റെ തൊഴിൽപരമായ അറിവിലൂടെ മലയണ്ണാന് പുതുജീവൻ നൽകാനുള്ള ശ്രമമായിരുന്നു അത്. ഒരു മനുഷ്യനോടുള്ള കരുതൽ എന്ന പോലെ മലയണ്ണാന്റെ നെഞ്ചിൽ ഉബേഷ് മൃദുവായി മർദ്ദം നൽകി. ജീവന് വേണ്ടി പിടയുന്നതിനിടെ മലയണ്ണാനിൽ നിന്നും ഉബേഷിന് പോറലേറ്റുവെങ്കിലും അതൊന്നും കൂട്ടാക്കിയില്ല. മലയണ്ണാൻ പതിയെ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു. കണ്ടുനിന്ന തീർത്ഥാടകർക്കും സന്തോഷമടക്കാനായില്ല. ഒരു ജീവന്റെ വിലയെറിഞ്ഞ തക്ക സമയത്തുള്ള ഉബേഷിന്റെ ഇടപെടൽ. ആണോ? ഇന്നലെ താഴെ വീണായിരുന്നു? അതോ താഴെ വീണായിരുന്നില്ലേ? ഇന്നലെ ചെറിയ ജീവനുണ്ടായിരുന്നില്ലേ? എത്ര സമയം CPR എടുക്കാൻ വേണ്ടി എത്ര സമയം എടുത്തു? 15 മിനിറ്റ് കൊടുത്തില്ല. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഉബേഷിന്റെ ഈ ശ്രമം. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ സന്നിധാനത്ത് നമ്മളിപ്പം ചേരുന്നുണ്ട്. ശ്യാമ, പുണ്യ വഴിയിലെ ഒരു പുണ്യ പ്രവൃത്തിയല്ലേ, അങ്ങനെ തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ശരിക്കും ആ ഒരു തീർത്ഥാടനത്തിന്റെ ഒരു അർത്ഥം അത് കൂടുതൽ മുന്നിലേക്ക് തെളിയുന്ന ഒരു തീർത്ഥാടകൻ കൂടിയായി മാറുകയാണ് ഉഗേഷ് എന്നല്ലേ. ഞാൻ ആദ്യം ഉമേഷ് എന്നാണ് പറഞ്ഞത്, ഉഗേഷ് എന്നാണ് പേര്. നല്ല ഒരു വ്യത്യസ്തമായ ഒരു പേരും കൂടിയാണ്. ശരിക്കും ഏറ്റവും ഒടുവിൽ 15 മിനിറ്റോളം എടുത്തു. ഇടയ്ക്ക് തിരിച്ചൊന്ന് ആക്രമിക്കാനോടെ ചെന്നു, സ്വാഭാവികമാണ്. എങ്കിലും ആ ഒരു പരിശ്രമത്തിൽ നിന്ന് പിന്മാറാതെ തിരികെ പിടിച്ചതൊരു ജീവനല്ലേ. പൂജ, തീർച്ചയായിട്ടും ഈ ഉഗേഷിന്റെ ഈ ഒരു പുണ്യപ്രവൃത്തി അത് പകർത്തിയത് എബിൻ കുര്യൻ പനങ്ങാട്ടെ എന്ന് പറയുന്ന പ്രാദേശിക പത്രപ്രവർത്തകനാണ്. എന്തായാലും ആ ഉഗേഷിന്റെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മല കയറി ഇറങ്ങി തിരിച്ചു മടങ്ങുമ്പോൾ 11 kV വെച്ചാണ് ഈ മലയണ്ണാന് ഷോക്കേറ്റ് പിടഞ്ഞു വീഴുന്നത്. അപ്പോഴത്തേക്കും ഉഗേഷ് നടന്ന് കുറച്ച് ദൂരം പിന്നിട്ടിരുന്നു. ശബ്ദം കേട്ടാണ് തിരികെ വന്ന് നോക്കുന്നത്. ഒരു മലയണ്ണാൻ പിടഞ്ഞു വീണ് കിടക്കുന്നു. പിന്നീട് അദ്ദേഹം KSEBയിലെ കരാർ ജീവനക്കാരനാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ KSEB ജീവനക്കാർക്ക് ഇത്തരത്തിൽ ഷോക്കേറ്റ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന പ്രാഥമിക ശുശ്രൂഷയും CPR എങ്ങനെ നൽകണം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തനിക്കറിയാവുന്ന ആ ഒരു പ്രവൃത്തി ഒരു മനുഷ്യനോടെന്ന പോലെ ആ മലയണ്ണാനോട് ഉഗേഷ് കാണിച്ചു എന്നതാണ്. അങ്ങനെയാണ് ആദ്യം ഒരു 3 മിനിറ്റോളം ഈ CPR നൽകി. ആ 3 മിനിറ്റ് നൽകിയപ്പോൾ ചെറിയൊരു അനക്കം വെച്ചു. പിന്നീട് വീണ്ടും ഒരു 15 മിനിറ്റ് നേരം മൊത്തം CPR നൽകിയ സമയത്താണ് ഈ ഒരു സംഭവം പെട്ടെന്ന് അതിന് ജീവൻ വെക്കുകയും മറ്റൊക്കെ ചെയ്തു. ആ സമയത്ത് ഉഗേഷിൻ്റെ കൈക്ക് 2-3 പോറലും മറ്റുമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ ജീവൻ നൽകി വെള്ളം കൊടുത്തു. ഫോറസ്റ്റുകാർ വന്ന് അതിനെ കൊണ്ടുപോയി കാട്ടിലേക്ക് വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഉഗേഷ് പമ്പയിൽ ചെന്നപ്പോൾ ഈ പേവിഷബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, കാരണം അതിൻ്റെ പോറലേറ്റതാണല്ലോ. അങ്ങനെ ഇഞ്ചക്ഷൻ അടക്കം എടുത്തിട്ടുണ്ട്. ഇനിയും 2 ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ട്. അത് നാട്ടിൽ നിന്ന് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി, അതും മനുഷ്യനും പ്രകൃതിയും ഒന്നാണ് എന്ന് ആ ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ അയ്യപ്പ ഭഗവാനും പങ്കുവെക്കുന്നത്. തത്വമസി അത് നീയാകുന്നു, എല്ലാം നീയാകുന്നു എന്ന ആ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും അങ്ങനെ മഹത്തായ ഒരു സന്ദേശം അവിടെ എത്തുന്ന ഒരു അയ്യപ്പൻ, ഒരു മനുഷ്യൻ, അത് വീണ്ടും ഓരോ ജനങ്ങളിലേക്കും നൽകുന്നു എന്നുള്ളത് കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ലഭിച്ച കയ്യടി അതിൽ തന്നെയുണ്ട്. എല്ലാം തിരിച്ചു പിടിച്ചതൊരു ജീവനാണ്. ശരി ശ്യാമ.